ചേട്ടച്ചാ ആ ചേട്ടച്ചാ പറഞ്ഞോടി. ശ്രദ്ധ മാറിയ എണ്ണയുടെ മൂപ്പ് കയറ്റും. ഇത്രയും ബന്ധപ്പാടുണ്ടായിരുന്നെങ്കിൽ വല്ല കാര്യം ഉണ്ടായിരുന്നോ? വാര്യർ സാർ എന്താ പറഞ്ഞെന്നറിയോ? ഈ എണ്ണയുടെ മണം കേട്ടാ മതി മുടി താനെ വളരുന്നു. അത് എങ്ങനത്തെ മുടി? എലുമ്പ മുടിയൊന്നും അല്ല, നല്ല ഉള്ളുള്ള മുടി. ചേട്ടച്ചൻ സർക്കസ് കണ്ടിട്ടുണ്ടോ? പിന്നില്ലയോ? എന്താ ചോദിച്ചേ? 8ലെയും 9ലെയും കുട്ടികളെ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് ടൗണിൽ. ഇപ്പൊ ചെറിയൊരു മണം കിട്ടുന്നുണ്ടോ? ഇല്ല, ആയിട്ടില്ല. ആ ഞങ്ങൾ 10ാം ക്ലാസ്സുകാരെ എസ്കേഷന് കൊണ്ടുപോകുന്നുണ്ട്. തീ ഇനി കുറച്ച് മതി. ചേട്ടച്ചൻ മലമ്പുഴ ഡാം കണ്ടിട്ടുണ്ടോ? ഊട്ടി പോയിട്ടുണ്ടോ? കന്യാകുമാരിയിലോ തേക്കടിയിലോ പോയിട്ട്? ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ നാശം? ഈ ഭൂഗോളം ചുറ്റിക്കറങ്ങലായിരുന്നു എന്റെ പണി. എന്താ വേണ്ടേ? കാര്യം പറ. എസ്കേഷന് പോകുന്നവര് 150 രൂപയും പേരും നാളെ അല്ല നാളെ കൊടുക്കണം. നിർബന്ധമൊന്നുമില്ലല്ലോ, പോകുന്നവര് കൊടുത്താ പോരെ? എനിക്ക് വേണ്ട. എസ്കേഷൻ എന്ന് പറഞ്ഞ് കണ്ട അവള് മാറുടെ കൂടെ കണ്ട കാട്ടിലും മലയിലും കൊക്കയിലും ഒക്കെ വണ്ടി മറിഞ്ഞ് വെള്ളത്തിൽ കാലും വഴുതി വീണേച്ച് വേണ്ട വരിയൊക്കെ പഠിക്കാൻ നോക്കൂ. ക്ലാസ്സിൽ ബാക്കി എല്ലാരും പോകുമ്പോ നീ മാത്രം പോകുന്നില്ല. അതുകൊണ്ട് എന്താ കുഴപ്പം? എല്ലാവരും വെടിവെച്ചോല്ലോ. അതെ, ബാക്കിയുള്ളവരെ പോലെ അല്ല മീനാക്ഷി. മീനാക്ഷിയാ. അവളെ വളർത്തുന്ന ചേട്ടച്ചനുണ്ടല്ലോ, അയാളൊരു മൂരാച്ചിയാ. പൊയ്ക്കോ എന്റെ മുമ്പിൽ എണ്ണ തിളച്ചോണ്ടിരിക്കുക. കോരിയ മോന്തയ്ക്ക് ഒഴുക്കിപ്പോ. മീനാക്ഷി, അച്ഛനൊരു പഴഞ്ചൻ മട്ടുകാരനല്ലയോ? ഈ എസ്കർഷന്റെയും കുന്തത്തിന്റെയും കാര്യം പറഞ്ഞ അവിടെ പിടിക്കത്തില്ല. അപ്പൊ വായി തോന്നിയതൊക്കെ പറയും. അത് കേട്ട് നീ പണം കണ്ട വല്ല കാര്യമുണ്ടോ? ഈ എണ്ണ വരട്ടി തരുന്നതേ അച്ഛനല്ല ചേട്ടനാ. വേണ്ട, ഞാനിപ്പോ കുളിക്കുന്നില്ല. നീ ചുമ്മാ വാശി പിടിക്കാതെ. അച്ഛനറിയാതെ നിന്നെ ഞാൻ എല്ലായിടം കൊണ്ടുപോയി കാണിച്ചു തരാം. വേണ്ട, ചേട്ടച്ചൻ വെറുതെ നോണ പറയാ. നിന്നാണ് സത്യം. കൊണ്ടുപോവാന്ന് മാത്രമല്ല, നീ നല്ല മാർക്ക് വാങ്ങിച്ചു പാസ്സായ നിന്നെ ഞാൻ സിറ്റിയിലെ കോളേജ് ചേർക്കാം. അവിടുത്തെ ഹോസ്റ്റലിൽ താമസിച്ച് പിന്നെ നീ അങ്ങ് അവിടുത്തെ കാര്യം അയക്കോ? അവിടെ അടുത്താണ് നമ്മുടെ വല്യേട്ടന്റെ വീട്. എന്തൊരു ജഡയാന്ന് നോക്കിക്കേ. ഒരു ദിവസം അവിടെയും പോണം. ഞാൻ ആ ചേട്ടത്തിയെ കണ്ടിട്ടേ ഇല്ല. കാണുന്നിട്ട് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ? അച്ഛൻ മൈറ്റേണ്ട. എന്നിട്ട് പോയി നല്ല വണ്ണം അങ്ങോട്ട് മുങ്ങി കുടിക്കേ. ഈ ഇഞ്ചയും പയറുപടി എന്തിനാടി കൊണ്ടുവച്ചിരിക്കുന്നത്? വല്ല നേർച്ചയുണ്ടോ? കേറുവൻ തേക്കടി. താളി റെഡി. ചേട്ടച്ചൻ പൊയ്ക്കോ, ഞാൻ തേച്ചോളാം. ഇങ്ങോട്ട് കേറി വാ, പുറം ഞാൻ തേച്ചു തരാം. ഞാൻ തേച്ചോളാന്നേ. വെറുതെ വാശി പിടിക്കല്ലേ. വാ. ചേട്ടച്ചൻ പോ. അങ്ങനെ ഇപ്പൊ പോകുന്നില്ല. എന്നാ ഞാൻ കേറി വരത്തില്ല. ആരാ കുളിക്കടവില്? അയ്യേ, ഇതെന്തോന്നാ പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത്? ഒന്ന് കയറി പോയേ. പറഞ്ഞ പോലെ ഇവളിപ്പോ വലിയ പെണ്ണായി പോയല്ലോ. ഞാനത് ഓർത്തില്ല. കഷ്ടം, ഇങ്ങനൊരു പാവം ചേട്ടച്ചൻ. ഇങ്ങ് കയറി വാ മോളെ, ഞാൻ തേച്ചു തരാം. ഈ ബ്ലൗസ് ഒക്കെ ഇട്ടോണ്ടിറങ്ങിയത് എന്താ? ചേട്ടച്ചൻ വന്നിരുന്നിട്ടാ? എന്താടാ? അല്ല, ഈ ജലത്തിൽ സോപ്പ് ലയിപ്പിക്കുമ്പോ ജലത്തിന്റെ പ്രതലബലം കുറയുന്നതിന് അമ്ലമാണോ കാരണം? അമ്പളമല്ല, നിന്റെ അമ്മയുടെ നായര്. പെങ്കൊച്ചു കുളിക്കുന്ന കടവിൽ അവന്റെ ഒരു അമ്പളം ലയിപ്പിക്കല്. തന്തയ്ക്ക് മുമ്പേ ഓർന്നു എനിക്ക്. ഇങ്ങനെ ഒരു നാശം. 10ാം ക്ലാസ് ജയിച്ചാ നേരെ അങ്ങ് നാഗാലാൻഡിൽ എത്തുമെന്നാ ചെറുക്കന്റെ വിചാരം. എന്തിനു കൊള്ളാം. ചേട്ടച്ചനോട് പിണങ്ങിട്ടാണോ എന്റെ അച്ഛൻ പോയത്? ആർക്കറിയാം. എന്തിനാ ഇപ്പൊ ഈ കിളിച്ചാ മുളച്ചൊക്കെ ചോദിക്കുന്നേ? അങ്ങോട്ട് ഇറങ്ങിക്കേ, ഇറങ്ങിയത് മുങ്ങിക്കേ. വേണ്ട ചേട്ടച്ചാ. ചുമ്മാ ഇരിക്കടി, എനിക്കറിയാം. ചേട്ടച്ചൻ എന്താ ഈ കാണിക്കുന്നത്? അവനവന് അറിയാവുന്നത് ചെയ്താ പോരെ. കടുക് വറക്കുന്ന പോലെ അല്ല മേക്കപ്പ്. ഈ ചേട്ടച്ചൻ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചോണ്ട് ഇരുത്താവോ?
ഇങ്ങനെയുണ്ടോ ഒരു വെപ്രാളം? ഞാൻ എന്താ ചെയ്യ ടീച്ചറെ? ആവശ്യമില്ലാത്തവർ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോ. മോക്കിപ്പോ കുടിക്കാൻ വല്ലതും വേണോ? ഒന്നും വേണ്ട ചേട്ടാ. മീനാക്ഷി, എന്നാ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ചാരായം മേടിച്ചു കൊടുക്കും. ചുമ്മാ ഇരണോ? ഇങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ മോഹിനിയാട്ടം ഒന്നും നടക്കത്തില്ല. നന്നായി, ഞാനത് പറയാതിരിക്കേ. ഞാൻ പോയേക്കാം. അതെ, ഒരു ചെറിയ ടേബിൾ ഫാൻ ഇവിടെ കൊണ്ടുവയ്ക്കട്ടെ. ഇവള് വല്ലാതെ വേർക്കുന്നുണ്ട്. ഇങ്ങനെ കുടിക്കാൻ കരിക്കും വെള്ളം വേണോ? ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ട. എന്തെങ്കിലും ആരെങ്കിലും ഈ ചേട്ടച്ചിനെ ഒന്ന് പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ഞാൻ പോയേക്കാം. ചേട്ടാ, ഒരു കൊച്ചരങ്ങേറ്റത്തിന് മനുഷ്യനിങ്ങനെ ഭ്രാന്ത് പിടിച്ച വെറുതെ അല്ല, വലിയ ഉത്സവത്തിന് ആരൊക്കെ മാതാളെ ടീച്ചർ തന്നോട് 1000 പ്രാവശ്യം പറഞ്ഞില്ലേ? എന്നിട്ട് പിന്നെ കരിക്ക് വേണോ, വെള്ളം വേണോ, മറ്റത് വേണോ, മറിച്ചത് വേണോ? ഒന്നും എനിക്ക് പന പോലെ വളർന്നില്ലടൂ. ടീച്ചർക്ക് ഇഷ്ടമല്ല അവിടെ നിൽക്കണത്. ടീച്ചറെ, ടീച്ചർ ധൈര്യമായിട്ടാണ് മേക്കപ്പ് ചെയ്യും. അതെ, ഇതെന്താ കാരണം അറിയോ? അവന് ഒരു കാര്യം. ഇയാൾ ആദ്യം പുറത്തു പോകും. ഇയാൾ ആദ്യം ഒന്ന് പുറത്തു പോയെ. മോളെ ഞാൻ പുറത്തുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ഇയാൾ പുറത്തു പോയെ. ചുമ്മാ കുടിച്ചേച്ച് എന്റെ അടുത്ത് കളിക്കണ്ട കേട്ടോ. ആര് കുടിച്ചു? അമ്മായി പോടോ. നാട്ടുകാരി തിരുവാങ്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ചിറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് കുമാരി മീനാക്ഷിയുടെ മോഹിനിയാട്ടം അരങ്ങേറ്റം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. Wish you all the best. ഞാൻ ഉടൻ തന്നെ അങ്ങ് പോകും. തീരെ സമയമില്ല. ഇപ്പൊ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണ്. ഞാൻ പിന്നീട് ഒരു ദിവസം വന്ന് കണ്ടോളാം. നന്നായി ചെയ്യണം കേട്ടോ. പോട്ടെ. ഇങ്ങനെ എവിടെ നിറഞ്ഞു? വാര്യസാറിന്റെ വീട്ടിൽ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. സാരമില്ല, നന്നായി. മീനാക്ഷി വന്നോളൂ. ഈ പാല കുടിച്ചോ? അവിടെ കിടന്ന് ഇപ്പൊ വേണ്ട. കുടിച്ചോ. മീനാക്ഷി, മീനാക്ഷി എന്താ ഇത്? അയ്യോ എനിക്ക് വേണ്ട ചേട്ടാ. പറഞ്ഞ കുടിച്ചോളാം. വേണ്ട. എത്ര നേരമായി കുശിക്കുന്നു. ഈ പാല് കുടിച്ചിട്ട് പോയാൽ മതി. വേണ്ട. പാല് കുടിച്ചിട്ട് പോയാൽ മതി. പാലെല്ലാം കുടിച്ച് അതിന്റെ വയറ് വെറുക്കും. ചാടാനൊക്കത്തില്ല. ആര് പറഞ്ഞു? നീ വന്നേ. എനിക്കൊരു പാല് ഒടുക്ക. എന്താ ഞാൻ കുടിച്ചോളാം. എന്ത്? അയ്യോ, എന്താ ചെയ്യും? കാലിലൊരു ആണി ലൈറ്റോ? അയ്യോ, കുറച്ച് വെള്ളം കൊണ്ടുവന്നേ. വെള്ളം കാലിൽ ആണിയുണ്ട്. ഒന്നുമില്ല ചേട്ടാ. എന്തായിരിക്കും? എനിക്കറിയാം. അടി കൊള്ളു കേട്ടോ. ആണിയുണ്ടെന്ന്. അയ്യോടി, ഇതുവരെ ഈ വേഷം ഒന്നും ഊരി കളഞ്ഞില്ലയോ? ഇവിടെ നനങ്ങാൻ സമ്മതിക്കാതെ ഞാൻ എന്ത് ചെയ്യാനാ? അത്രയ്ക്ക് വേദന ഉണ്ടെങ്കിലേ ചേട്ടച്ചനോട് വന്ന് പുറച്ചും കൂടി കിടക്കാൻ പറ. മോളും കൂടെ കാര്യം നോക്കും. എന്തിനാ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ പോരെ? ഇവിടെ എല്ലാ കാര്യത്തിനും ഇപ്പൊ വിളിക്കാൻ പറ്റുമോ? ചേച്ചി അത് പോയെ. അവളെ റെസ്റ്റ് എടുക്കട്ടെ. ഇത് കളിച്ച കാര്യമല്ല. അയ്യോ, ടെമ്പറേച്ചർ കൂടുമെന്ന് എന്റെ പേടി. കിടന്നേ, ഇതോടെ ഡാൻസ് അങ്ങ് നിർത്തിയേക്കണം. ഒരു ആണി കൊണ്ടതിൽ എന്നെ ഇങ്ങനെ ഇടി രോഗിയാക്കണം. ആണി എന്ന് വെച്ചാൽ അതിൽ തുരുമ്പുണ്ടെങ്കിൽ അത് ഇതാവും. എന്താ എന്റെ പേര്? സെപ്റ്റിക് ആവും. ടെറ്റനസ്. പിന്നെ പിടിച്ച കിട്ടത്തില്ല. ആണോ? എന്നാ പിന്നെ കിടന്നോ. ഞാനൊന്നും പറയുന്നില്ലേ. അയ്യോ, ഇതൊന്നും അറിയാൻ വയ്യ. എന്നാ ഒരു കാര്യം ചെയ്, വലിയേട്ടനോടൊന്ന് വരാൻ പറ. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോ അതിന്റെ ഒരു വശം പറഞ്ഞു എന്നല്ലാതെ. നിനക്കിപ്പോ കുളിരോ ടെമ്പറേച്ചറോ വല്ലതും ഉണ്ടോ? പുഞ്ചിൽ ചേച്ചി ഒന്ന് തൊട്ട് നോക്കിക്കേ. ഞാൻ തൊട്ട് നോക്കാം. പനി
ഉണ്ടോ? അപ്പൊ കുഴപ്പമില്ലല്ലോ. അത് അവർക്ക് ആവശ്യമില്ല. ഇങ്ങനെ മൂടി പൊതിച്ച കിടന്നാൽ തന്നെ പനി നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് എന്നിട്ട് അതുകൊണ്ട് അവിടെ അരങ്ങേറ്റം കണ്ടിട്ടേ ഇവിടെ കൊതി തീർന്നു. അതെ അതെ ആ, കുഞ്ഞു അത് കുഞ്ഞു ഞങ്ങൾ ഇരുന്നോട്ടെ. കാണട്ടെ. എന്തോ ഇത്? കേശപാ കേൾക്കാൻ വയ്യായേ. ഇപ്പൊ അയ്യോ വളയിട്ടില്ല. വളയൊന്നും വേണ്ട. ആ മോനെ മോനെ ദേ ഈ ചന്ദനത്തിൽ നിന്ന് മണപ്പിക്കേ. ആ എന്നിട്ട് കുടിക്കും, ധൈര്യമായിട്ട് കുടിക്കും. മോനെ ശിവൻകുട്ടി, നിന്റെ ദുഃഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ 10ാം ക്ലാസ്സിൽ തോറ്റു. നിന്റെ കൂടെ കുട്ടിക്കാലം മുതലേ കളിച്ചു നടന്ന മീനാക്ഷി 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സായി പാസ്സായി. ദേ ഇവിടെ നോക്കി, മീനാക്ഷിയോട് നിനക്ക് ഇഷ്ടല്ലേ? അതെ. എന്നാ എന്റെ മോൻ ധൈര്യമായിട്ട് കുടിക്കേ. എനിക്കിനി വേണ്ട മോനെ, ഇതൊക്കെ ഒന്ന് തുടങ്ങി കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ ഭയങ്കര സുഖല്ലേ. ദേ ഇത് ആരാണെന്ന് മനസ്സിലായ? അറിയില്ല. നമ്മുടെ മിലിറ്ററിയുടെ മോനാ, നാഗാലാൻഡ്. ദേ പതുക്കെ എങ്ങനെ അങ്ങോട്ട് വലിക്ക, കണ്ട, എന്നിട്ട് ഇത് ഇങ്ങനെ എടുക്ക. ഇങ്ങനെ ഊതിയാ മതി. ആ മിടുക്കൻ. ശരി ചേട്ടാ, ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ദിവസേന കാലത്ത് ഇവിടെ വന്ന് 2 ഗ്ലാസ് അങ്ങോട്ട് വീശ, എന്നിട്ട് നാട്ടുകാരെന്ന് പറയുന്ന പുല്ലുകളുടെ മുഖത്ത് ദേ ഇങ്ങനെ അങ്ങോട്ട് നോക്ക. അങ്ങനെ മോനെ, പഠിച്ച് ജയിച്ച് മിലിറ്ററി പോയി നാഗാലാൻഡിൽ ചെന്ന് ഒളിനാഗന്മാരുടെ അമ്പ് കൊണ്ട് പട്ടി ചാവണ പോലെ അവിടെ കിടന്ന് ചാവണ. പറ. എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മയെ കാണുന്ന? എനിക്ക് എന്റെ അമ്മയെ കാണണം. ഉള്ള കള്ളു മുഴുവൻ മോന്തി കുടിച്ചിട്ട് ഇപ്പൊ അമ്മയെ കാണുന്ന? ഈ കോലത്തിൽ ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് നിന്നെ കൊണ്ടുപോയ പുഞ്ചിരി ചേച്ചി എന്നെ ചൂലെടുത്ത് അടിക്കും. അടിക്കട്ടോ, എടുത്തോണ്ട് പോ. എടുത്തോണ്ട് പോണെന്ന് ഞാൻ നോക്കിക്കോളടോ. എനിക്ക് എന്റെ അമ്മയെ കാണു. മോനെ കള്ള ഇറങ്ങിട്ടടാ, ഞാൻ കൊണ്ടാക്കാം. എനിക്കല്ലേ എന്റെ കാലോർക്കിടയിലിടാ. വേണ്ട, എനിക്കിപ്പം കാണുന്നു. ഞാനിനി പുഞ്ചിരി പിശാചിന്റെ മുഖത്തേക്ക് നോക്കൂ. അമ്മയെ കാണാടാ. എനിക്ക് എന്റെ അമ്മ കാണണം. എനിക്കിപ്പം കാണണം. ഇങ്ങോട്ട് മാറി നിൽക്കടി, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അല്ലേ, വാങ്ങിച്ചോണ്ട് വന്ന ആളിനെ അതൊന്ന് കാണണ്ടായോ? ഇങ്ങോട്ട് നീങ്ങിക്കും മോളെ. വലിയ ഗമയെടുത്താ ഞാൻ എന്റെ പാട്ടിന് പോകും പറഞ്ഞേക്കാം. എന്തുവാ കുഞ്ഞെ ഇത്? ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ. എന്തു ഇത്ര നാണം? വലിയേട്ട കാണണ്ടായോ ഇതൊക്കെ? ഇങ്ങോട്ട് നീങ്ങി വന്നേ. അയ്യേ, ഇത് ഉടുപ്പ് കുഴപ്പമില്ല. ആ പാവാട എന്താ തുണി കഴിഞ്ഞില്ലേ കുഞ്ഞെ? റെഡിമെയ്ഡാ, ഇറക്കൻ ലേശം കുറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഫാഷൻ. ഇതെങ്ങാനും ഇവിടുത്തെ ചേട്ടച്ചൻ കണ്ട അപ്പം മണ്ണെണ്ണ ഒഴിച്ച് തീ വെക്കും. നീ അതങ്ങ് ഊരി വെച്ചാൽ അവനെ അറിയിക്കണ്ട. ഹോസ്റ്റലിൽ ചെന്ന് പുറത്തെടുത്താ മതി. പിന്നെ അതുപോലെ നിന്റെ ഈ വഴുവഴുമ്പോ നാണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ വെച്ചേച്ച് വേണം പോവാൻ. ഇപ്പോഴത്തെ കുട്ടികളുടെ സൗന്ദര്യം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അവരുടെ സ്മാർട്ട്നെസ്സാ, ചുറിയുറുക്ക്. ഇവക്കില്ലാത്തതും അതാ. ആ ഉണ്ണികൃഷ്ണൻ ഇവളെ വളർത്തി വളർത്തി തനി കൺട്രിയാക്കി കളഞ്ഞു. എന്നാ പിന്നെ കേമമായിട്ട് അങ്ങോട്ട് വേണ്ടി വളർത്താൻ വയ്യായിരുന്നു. ചുമ്മാ ഇരുന്നോണ്ട് പുനിതം പറയാതെ രാമകൻ എഴുന്നേറ്റ് പോ. അയ്യേ, എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് നാണം വരുന്നു. മോൾ ഇതൊക്കെ ഒരു എവിടെങ്കിലും കൊണ്ട് പാത്ത് വെച്ചേക്ക്. കുഞ്ഞിന് ഇതൊന്നും ചേരത്തില്ല. പോ, ഒരു സർക്കസുകാരുടെ ഉടുപ്പ്. എന്റെ മോളായതുകൊണ്ട് പറയല്ല, പഠിക്കാൻ ബഹുമിടിക്കുക. പുസ്തകം തുറക്കണ്ട. ടീച്ചർ, മീനാക്ഷി ആദ്യമായിട്ടാ വീട് വിട്ട് മാറി താമസിച്ചിട്ടില്ല. പ്രീ ഡിഗ്രിക്ക് വരുന്ന എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാ അല്ലേ? അല്ല, അത് ശരിയാ. ഹോസ്റ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ല, ഒരു മിനിറ്റ്. മീനാക്ഷിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല, എല്ലാം ഞാനാ. അതുകൊണ്ട് ഇവിടെ ഇവിടെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നു. അതൊക്കെ എങ്ങനെ ശീലമായിക്കോളും. പക്ഷെ എന്റെ മോളുടെ കാര്യം അങ്ങനെയല്ല. അല്ല, ഇവിടെ താമസിച്ചാലേ എല്ലാം ശീലിച്ചല്ലേ പറ്റൂ. അതൊക്കെ അത്രേ ഉള്ളൂ. എന്നാലും ഒരു കണ്ണ് വേണമെന്ന് ഞാൻ പറയായിരുന്നു. അത് ശരിയാ. അതെ. ഷുവർ, വരൂ. എല്ലാം ഉണ്ടോന്ന് ഒന്നുകൂടെ നോക്കട്ടെ. ഈർക്കില്, എണ്ണ, ഈഞ്ച, രാസ്നാദിപ്പൊടി, മഞ്ഞപ്പൊടി. വെൽക്കം മീനാക്ഷി. ഐ എം ട്രീസ. ഐ എം സുധ. സുമ. മഞ്ജു. അതെ, പിക്കളുണ്ട്. ഹായ്. ഹായ്. എല്ലാം ഉണ്ട് ചേട്ടച്ചാ. ചേട്ടച്ചൻ പോയിക്കോ. ബൈ. ബൈ ബൈ.
തനി കൺട്രിയാ. ഞാൻ പോയിട്ട് ശനിയാഴ്ച രാവിലെ ഇങ്ങനെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോവാ. എന്നാ വെള്ളിയാഴ്ച വൈകിട്ട് വന്നൂടെ? എന്നാ പിന്നെ വ്യാഴാഴ്ച ഇങ്ങ് വരാം. എന്നാ പിന്നെ ബുധനാഴ്ച ഇങ്ങ് പോരരുതോ? പറഞ്ഞ പോലെ ചൊവ്വാഴ്ച ഒരു ദിവസം കാര്യമല്ലേ ഉള്ളൂ. ഞാൻ പോയിട്ട് നാളെ രാവിലെ ഇങ്ങ് വരാം. മുടി ശരിക്കും തോർത്തടി, പനി പിടിക്കും. എന്നാ പിന്നെ വ്യാഴാഴ്ച ഇങ്ങ് പോരരുതോ? എക്സ്കർഷനും കുന്നതിനൊന്നും പോണ്ട. ആ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. വര്യൻ സാറേ, വര്യൻ സാറേ, ഞാൻ താനായിരുന്നോ? എന്താ ഉണ്ണി? എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ആർക്കാ? ഡോക്ടർക്കാ? അല്ല, മീനാക്ഷിക്ക്. എങ്ങോട്ട്? ഹോസ്റ്റലിലേക്ക്. താൻ അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എന്താ എത്ര അത്യാവശ്യം? വീട്ടിൽ അവളില്ലാത്തതുകൊണ്ട് ഒരു ശ്വാസം മുട്ടൽ പോലെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടിട്ടാ. ഇങ്ങനെ ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടായാല് ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. നമ്പർ അറിയാമെങ്കിൽ വിളിച്ചോ. പറഞ്ഞ പോലെ നമ്പറിന്റെ കാര്യം ഡയറക്ടറി നോക്കിയാ അതെങ്ങനെയാടോ അവിടുത്തെ നമ്പർ ഇവിടുത്തെ ഡയറക്ടറി കാണുന്നേ? എൻക്വയറി വിളിച്ച്. ഇടോ മണി 10 വരുന്നായി. ഇപ്പോഴാണ് ലേഡീസ് ഹോസ്റ്റലിലേക്ക് വിളിക്കുന്നേ. താൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഹലോ, രാമകൃഷ്ണ ഹിയർ. ഇങ്ങനെ പോത്തുപോലെ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഹലോ ഹലോ, ഡോക്ടർ അനിയനാണോ? എന്താണോ ഈ നേരത്തെ ഉറങ്ങാതെ? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. 10-15 വർഷമായിട്ട് എന്റെ കൂടെ മീനാക്ഷി ഉണ്ടായിരുന്നു. അവളില്ലാതെ തനിച്ച് ആദ്യമായിട്ടാ. അവളിപ്പോ ഹോസ്റ്റലിൽ വരണ്ടിരിക്കുകയായിരിക്കും. പൊസസീവ്നെസ് എന്ന് പറയുന്നത് ഒരു രോഗമാണ്. കൺട്രോൾ ചെയ്തില്ലെങ്കിലേ യു വിൽ ഹാവ് ടു സഫർ. തൽക്കാലം ഡോക്ടർ അനിയൻ റൂമിൽ ചെന്ന് കിടക്ക്. ഗുഡ് നൈറ്റ്. ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല. മോർണിംഗ്. എക്സ്ക്യൂസ് മീ. നീ പോയി പെട്ടി മാണ്ടൊക്കെ എടുത്തോണ്ട് വാ, നമുക്ക് പോവാം. ഇന്ന് കോളേജ് ഉണ്ട്. ഉണ്ടെങ്കിൽ എടുത്തോണ്ടിരുന്നോളും. ആരും എടുത്തോണ്ട് പോകത്തില്ല. നിന്നെ വിളിച്ചോണ്ട് വാനേ വന്ന്. സമയം കളയാതെ പോയി എടുത്തോണ്ട് വാ. അപ്പൊ നമ്മൾ തിരിച്ചു വരത്തില്ലേ? ചോദ്യം പ്രശ്നമൊക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞ വന്നോളാം. അപ്പോ അച്ഛൻ അച്ഛൻ ഈ ചേട്ടച്ചൻ രാത്രി മുഴുവൻ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടന്നു. വേണ്ട വേണ്ടാന്ന് വിചാരിച്ചെങ്കിലും ഒടുവിലെത്തിയത് ഹോസ്റ്റലില്. മോളെ, നീ കോളേജിലൊന്നും പോകണ്ട, എങ്ങും പോകണ്ട. നീ ഇല്ലെങ്കിൽ ഈ വീട് ഉറങ്ങിയതുപോലെ. ഓർമ്മിക്കാനൊന്നും വേറൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇവിടെ നിന്ന് ഭ്രാന്ത് പിടിക്കും. ചേട്ടച്ചാ, എനിക്ക് കോളേജിൽ പോണം, പഠിക്കണം. എന്നെ വിടുവോ? വിടണം, വിടും. ചേട്ടച്ചനെ നിന്നെ മനസ്സിലാവുന്നുണ്ട്, നിന്റെ വിഷമം മനസ്സിലാവുന്നുണ്ട്. നീ എന്നെ തിരിച്ചു വയ്ക്കാം. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മോള് വയ്ക്കോ. ഇവിടെ ഇരിക്കുകയായിരുന്നു. എന്നാ പിന്നെ സമയം കളയണ്ട, പുറപ്പെടാം. എഴുതേറ്റോ. ഞാൻ വന്ന എനിക്ക് തിരിച്ചു വരാൻ തോന്നത്തില്ല. നിന്നെ വലിയ സാറെ കൊണ്ടാക്കും. മോള് വയ്ക്കോ. ഇന്ന് ഞാൻ പോണില്ല. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ മനുഷ്യനെ വെറുതെ മെനക്കെടുത്താൻ? ഞാൻ എന്റെ പാട്ടിന് പോവുക. ഒരു മോളും ചാട്ടച്ചനും.